നമസ്കാരം. നിലമ്പൂരിൽ കൊട്ടിക്കലാശം കൊടിയിറങ്ങി. അണികളെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികൾ. നിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. വിജിലൻസിന്റെ കൈക്കൂലിക്കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ഇ.ഡി. കേരളത്തിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് മാറ്റി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് തകരാറെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് നിരോധനമേർപ്പെടുത്തി ഹൈക്കോടതി. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. 40,906 കുട്ടികൾ പുതിയതായി എത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്രത്തിന് പിന്നിൽ ഒളിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം. തമിഴ്നാട് സർക്കാർ ഉടൻ ജാതി സെൻസസ് നടത്തണമെന്ന് വിജയ് വ്യക്തമാക്കി. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന കടന്നാക്രമണത്തിനെതിരെ യുദ്ധവിരുദ്ധ റാലികൾ നടത്തുമെന്ന് CPIM. ഇസ്രയേൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രം, നെതന്യാഹു ലോക ഗുണ്ടയെന്നും വിമർശിച്ച് MA ബേബി. ഇറാന്റെ ഒരു സൈനിക നേതാവിനെ കൂടി വധിച്ച് ഇസ്രയേൽ. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയുടെ വിശ്വസ്തൻ അലി ഷത്മാനി ആണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കരുതലോടെ ഇന്ത്യ. എണ്ണ വിതരണം ഉറപ്പിക്കാൻ പുതിയ വഴികൾ തേടും. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭ്യത ഉറപ്പാക്കാൻ നീക്കം. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഉടൻ തുടങ്ങും. മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്റർ ലഭിക്കും. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാൻ ആക്രമിച്ചുവെന്ന് ഇറാന്റെ സർക്കാർ വാർത്താ ഏജൻസിയായ ടക്സ്നീം വാർത്താ ഏജൻസി. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.